ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കഴുകി വെച്ച ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് പുരട്ടി അതൊന്ന് 10 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുക. ചൂടായി വരുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കുക. മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആക്കി ഇട്ടപ്പോഴേക്കും ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇട്ട് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്ത് 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. ഈ ഒരു കുഴഞ്ഞ പരുവത്തിലാകുമ്പോൾ പൊരിച്ച് വെച്ച ചിക്കൻ എടുത്ത് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി വെച്ച ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ കറി ഞാൻ ഇവിടെ റെഡിയാക്കി. ചോറ് വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അരി ജീരകശാല അരിയാട്ടോ. ഇനി അങ്ങോട്ടുള്ള ഒരു ക്ലിപ്പ് എനിക്ക് നല്ലപോലെ കിട്ടിയില്ല. എൻ്റെ വീഡിയോ എടുപ്പ് കണ്ടപ്പോഴേ പപ്പയ്ക്ക് മനസ്സിലായി ഇന്നൊന്നും കഴിക്കാൻ കിട്ടത്തില്ല. അത് മനസ്സിലാക്കിയ പപ്പ പിന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചില്ല. ഒട്ടും ക്ഷമയില്ലാത്ത പപ്പ ആയതുകൊണ്ട് എന്നെ വീഡിയോ എടുക്കാൻ പോലും എനിക്ക് സമയം തന്നില്ല. അങ്ങനെ നെയ്യ് ഇട്ടു, ചിക്കൻ ഇട്ടു, പുറത്തുകൂടി ബിരിയാണി ഇട്ടു. പിന്നെ നെയ്യിൽ വറുത്തെടുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പൈനാപ്പിളും ഇട്ടു. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ആയിട്ട് തള്ളുമല്ല, സംഭവം അടിപൊളിയാണ്. ചെയ്ത് നോക്കുക. ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.